പ്രിയമുള്ള ഏവർക്കും വിനീതമായ നമസ്കാരം. നമ്മൾ കുറേ നാളായിട്ട് ശ്രീകൃഷ്ണ ചരിതമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ന് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് രാമായണ മാസത്തിൻ്റെ ഭാഗം എന്നോണം നമുക്ക് പലർക്കും അറിവില്ലാത്ത, വാൽമീകി രാമായണം വായിച്ചിട്ടില്ലാത്ത അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അത് കേട്ടിട്ടുള്ള ആൾക്കാരും ഉണ്ട്. അവർക്ക് വേണ്ടിയിട്ട് രാമൻ്റെ എതിരാളിയായ രാവണനെ പറ്റി നമുക്കറിയാൻ വയ്യാത്ത ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കാനാണ് ഇവിടെ ഇപ്പോൾ ശ്രമിക്കുന്നത്. രാവണൻ പകുതി ബ്രാഹ്മണനും പകുതി രാക്ഷസനുമായിരുന്നു. അമ്മ രാക്ഷസിയായിരുന്നു, അച്ഛൻ ബ്രാഹ്മണനായിരുന്നു. അപ്പോൾ രണ്ടും പപ്പാതിയാണ്. പകുതി ബ്രാഹ്മണനും പകുതി അസുരനും. രാവണന് ചതുർവേദങ്ങളിലും അഗാധ പാണ്ഡിത്യം ഉണ്ടായിരുന്നു. പുരാണ ഇതിഹാസങ്ങളിൽ അഗാധ പാണ്ഡിത്യമുണ്ടായിരുന്നു. 6 ശാസ്ത്രങ്ങളിൽ വിദഗ്ധമായ പരിചയമുണ്ടായിരുന്നു. സംസ്കൃത ഭാഷയിൽ അതിയായ പ്രാവീണ്യമുണ്ടായിരുന്നു. രാവണന് ഒരു വലിയ ആസ്ട്രോളജർ അല്ലെങ്കിൽ ജ്യോതിശാസ്ത്രജ്ഞനായിരുന്നു. രാവണന് വലിയ യുദ്ധ രാജതന്ത്രജ്ഞനായിരുന്നു. രാവണൻ വലിയൊരു സംഗീതജ്ഞനായിരുന്നു. രാവണൻ വലിയൊരു വൈദ്യനായിരുന്നു. അദ്ദേഹം വലിയൊരു ഗ്രന്ഥരചയിതാവായിരുന്നു. ഇതൊന്നും നമുക്കറിയാൻ വയ്യാത്ത കാര്യങ്ങളാണ്. അദ്ദേഹത്തിന് ആകെ ഇല്ലാതെ പോയ ഒരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാമനിൽ കാണുന്ന നന്മകളൊന്നും അദ്ദേഹത്തിൽ ഇല്ലായിരുന്നു. കണ്ട സ്ത്രീകളെയെല്ലാം ബലമായി പിടിച്ചുകൊണ്ടുവരിക, അവരെ ഭാര്യമാരാക്കുക, വെപ്പാട്ടികളാക്കി വെച്ചുകൊണ്ടിരിക്കുക, കാണുന്നിടത്തൊക്കെ പോയി യുദ്ധം ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങളായിരുന്നു പുള്ളിക്കുണ്ടായിരുന്നത്. രാമൻ അങ്ങനെയൊന്നുമില്ല. രാമൻ സാത്വികമായിട്ട് ഏറ്റവും ഉയർന്ന നിലയുന്ന ആളാണ്. ആ സാത്വികതത്തെ ഒന്നും ഇദ്ദേഹത്തിനില്ലായിരുന്നു. അപ്പോൾ ഇദ്ദേഹം ജ്യോതിശാസ്ത്രജ്ഞൻ എന്നുള്ള നിലയ്ക്ക് എഴുതിയേക്കുന്ന ഒരു ഗ്രന്ഥമാണ് രാവണ സംഹിത. തന്ത്രശാസ്ത്രം, ജ്യോതിശാസ്ത്രം, മന്ത്രവാദം ഇതെല്ലാം അതിനകത്തെ പ്രതിപാദ്യ വിഷയങ്ങളാണ്. വെറും പ്രതിപാദ്യമല്ല, വളരെ ആധികാരികമായിട്ടുള്ള പ്രതിപാദ്യങ്ങളാണ് രാവണ സംഹിതയിലുള്ളത്. ഒരു വൈദ്യൻ എന്നുള്ള നിലയ്ക്ക്, അല്ലെ വൈദ്യശാസ്ത്ര വിശാരദൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം എഴുതിയൊരു ബുക്കാണ് അർക്കപ്രകാശം. അർക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കഷായം പോലുള്ള കാര്യങ്ങളൊക്കെ വാറ്റിയെടുക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കുന്ന ആ ശാസ്ത്രത്തിനെയാണ് അർക്കശാസ്ത്രം എന്ന് പറയുന്നത്. ഓരോ രോഗത്തിനുള്ള അർക്കങ്ങൾ വേറെയാണ്. അതിനെപ്പറ്റിയെല്ലാം വിശദമായിട്ട് പറഞ്ഞേക്കുന്നതാണ് രാവണൻ്റെ അർക്കപ്രകാരം അല്ലെ അർക്കശാസ്ത്രം എന്ന് പറയുന്നത്. അദ്ദേഹം കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയിട്ട് തൻ്റെ ഭാര്യ മണ്ഡോദരി ഗർഭിണിയായിട്ടിരുന്നപ്പോൾ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടതനുസരിച്ചിട്ട് കൊച്ചു കുട്ടികളെ പറ്റി, അതായത് നമ്മുടെ പീഡിയാട്രിക്സ്, അതിൻ്റെ ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. അതിനെ കുമാരതന്ത്രം എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഗൈനക്കോളജിയിലും അതിനകത്ത് വളരെ വലിയ പ്രതിപാദ്യങ്ങളൊക്കെ ഉണ്ട്. ഗൈനക്കോളജിയും കുമാരതന്ത്രവും അദ്ദേഹത്തിൻ്റെ പ്രധാന പ്രതിപാദ്യ വിഷയങ്ങളാണ്. ഇനി അടുത്തൊരെണ്ണം ഉദിഷ മഹാതന്ത്രം എന്നും പറഞ്ഞുകൊണ്ട് വേറൊരു മഹാഗ്രന്ഥം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇതൊന്നും പോരാഞ്ഞിട്ട് അദ്ദേഹം ശിവതാണ്ഡവ സ്തോത്രം എന്ന് പറയുന്ന ഒരു മഹത് സ്തോത്ര ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്, ശിവനെ സ്തുതിച്ചുകൊണ്ടുള്ള. രാവണൻ ഒരു വലിയ സംഗീതജ്ഞനായിരുന്നു. അദ്ദേഹം വേറൊരു കാര്യം കൂടെ ചെയ്തു. സ്വന്തമായ ഒരു വീണ ഡിസൈൻ ചെയ്തിരുന്നു. രുദ്രവീണ എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളിൽ പലർക്കും അറിയത്തില്ല. രാവണൻ്റെ ദൂഷ്യവശങ്ങൾ മാത്രമേ അറിയത്തുള്ളൂ നമുക്ക്. അതോടൊപ്പം തന്നെ വലിയ രാജ്യതന്ത്രജ്ഞനായിരുന്നു. മരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് രാമൻ്റെ അമ്പേറ്റ് വീണ് കിടക്കുന്ന രാവണൻ്റെ അടുക്കലോട്ട് രാമൻ ലക്ഷ്മണനെ പറഞ്ഞു വിട്ടിട്ട് പറഞ്ഞു, നീ പോയിട്ട് രാജ്യതന്ത്ര സംബന്ധമായ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു മനസ്സിലാക്കാൻ പറഞ്ഞു. അദ്ദേഹം അവിടെ പോയി രാവണനോട് ശിഷ്യപ്പെട്ട്
രാജ്യതന്ത്ര വിഷയങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം പ്രധാനമായിട്ട് പറഞ്ഞ ഒരു കാര്യമാണ് സ്വന്തം സഹോദരനെ, മന്ത്രിമാരെ, ചിലപ്പോൾ മന്ത്രിമാർ നമ്മളെ വിദ്വേഷിച്ച് വർത്താനമൊക്കെ പറഞ്ഞു തന്നിരിക്കും, മന്ത്രിമാരെ, ദ്വാരപാലകരെ, നമ്മുടെ ഭക്ഷണം പാകം ചെയ്യുന്നവരെ, ഇവരെയൊക്കെ വിശ്വസിക്കുകയും നിരീക്ഷിക്കുകയും വേണം. അവരുടെ വിശ്വാസം പിടിച്ചു പറ്റണം. കാരണം ഇവർ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതവും എല്ലാം തകരാറിലാക്കാൻ സാധിക്കും എന്നൊക്കെ ഉപദേശിച്ചു. അങ്ങനെ രാജ്യസംബന്ധമായ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉപദേശിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇത് ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഒരു ചെറിയ സമയം എടുക്കുന്നത്. ഇത് വിശദമായിട്ട് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. രാമനെ പറ്റിയും രാമായണത്തെ പറ്റിയും ഒക്കെ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് ഈ വിഷയം വീണ്ടും ചർച്ച ചെയ്യാം. അതുവരെ എവർക്കും വിനീതമായ കൂപ്പുകയും.